നമസ്കാരം. കേരള പോലീസിൽ അഴിച്ചുപണി ഉടൻ. BSF ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളിനെ കേരള കേഡറിലേക്ക് മടക്കിയ സാഹചര്യത്തിലാണ് അഴിച്ചുപണി അനിവാര്യതയാകുന്നത്. 17 SP-മാർക്ക് IPS കൂടി ലഭിച്ച സാഹചര്യവും ഉന്നത നേതൃത്വത്തിലെ മാറ്റങ്ങൾക്ക് സാധ്യത കൂട്ടുന്നു. IPS ലഭിച്ച 17 പേരും പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യും. ഇതിൽ 11 പേർ വിരമിച്ചവരാണ്. ഇവർക്ക് ഉടൻ നിയമനം നൽകണം. ഈ സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവികൾക്ക് സ്ഥാനചലനമുണ്ടാകും. ഡെപ്യൂട്ടേഷൻ റദ്ദാക്കി കേരള കേഡറിലേക്ക് മടങ്ങാൻ DGP റാങ്കിലുള്ള നിതിൻ അഗർവാളിന് ഒരു ദിവസത്തെ സാവകാശം പോലും കേന്ദ്ര സർക്കാർ നൽകിയില്ല. സ്ഥാനമൊഴിഞ്ഞെങ്കിലും 2 മാസം അവധിയെടുക്കാനാണ് നിതിൻ അഗർവാളിന്റെ നീക്കം. അതിനുശേഷം അഗർവാൾ കേരളത്തിലെത്തും എന്നാണ് സൂചന. കേരളത്തിന് കേന്ദ്രം അനുവദിച്ച 4 DGP തസ്തികയും ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ അഗർവാളിന്റെ പദവിയിൽ സർക്കാരിന് മുന്നിൽ പ്രതിസന്ധിയുണ്ട്. അല്ലാത്തപക്ഷം ബെവ്കോ MD ADGP യോഗേഷ് ഗുപ്തയ്ക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ DGP പദവി ലഭിക്കേണ്ടതായിരുന്നു. ഇനി സഞ്ജീവ് കുമാർ പട്ജോഷി ഡിസംബർ 31 വിരമിക്കുമ്പോൾ മാത്രമേ യോഗേഷിന് DGP റാങ്ക് ലഭിക്കൂ. മെയ് 1 ADGP മനോജ് എബ്രഹാമിനും DGP പദവി ലഭിക്കും. ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിയുന്ന SPG ഡയറക്ടർ സുദേശ് കുമാറും കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ട്. സ്വയം വിരമിക്കൽ സ്വീകരിച്ച വിജിലൻസ് ഡയറക്ടർ ADGP TK വിനോദ് കുമാർ 10 പടിയിറങ്ങും. ഈ സാഹചര്യത്തിൽ IG ADGP തലത്തിലും മാറ്റങ്ങൾ വരും. അതേസമയം BSF തലപ്പത്ത് നിന്ന് നിതിൻ അഗർവാളിനെ നീക്കിയതിനു പിന്നിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിവേഗ ഇടപെടലായിരുന്നു. അതിർത്തിയിൽ ഏകോപനത്തിലെ പാളിച്ചയടക്കമുള്ള വിമർശനം ചൂണ്ടിക്കാട്ടിയായിരുന്നു പുറത്താക്കലെന്ന വാദവും ശക്തമാണ്. BSF തലപ്പത്തെ മാറ്റം അസാധാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജമ്മു കാശ്മീർ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് BSF ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അഗർവാളിനെ നീക്കം ചെയ്തതെന്നാണ് വിലയിരുത്തൽ. 1989 കേരള ബാച്ച് ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളിനെ സംസ്ഥാന കേഡറിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. സ്പെഷ്യൽ ഡെപ്യൂട്ടി DG ആയിരുന്ന YB ഖുരാനിയെയും മാറ്റിയിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഈ നടപടി. സേനയ്ക്കുള്ളിൽ അഗർവാളിന് നിയന്ത്രണമില്ലായിരുന്നുവെന്നും ഉയർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റ് സൈനിക വിഭാഗങ്ങളുമായുള്ള ഏകോപനക്കുറവും സ്ഥാനം തെറിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കും മുമ്പുള്ള സ്ഥാനചലനം വഴി IPS ഉന്നതർക്ക് കേന്ദ്ര സർക്കാർ വ്യക്തമായ സന്ദേശം നൽകുകയാണ്. കഴിഞ്ഞ ജൂണിലാണ് അഗർവാൾ BSF മേധാവിയായി ചുമതലയേറ്റത്. 2026 ജൂലൈ വരെയായിരുന്നു നിയമന കാലാവധി. അഗർവാളിനൊപ്പം സ്ഥാനചലനമുണ്ടായ ഖുരാനിയ 1990 ബാച്ച് ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. അഗർവാളിനെ കേരള കേഡറിലേക്കാണ് തിരിച്ചയച്ചത്. ഇതോടെ കേരളം ഇതിന് പുതിയ പദവിയും കണ്ടെത്തേണ്ടി വരും. ഇത് പിണറായി സർക്കാരിനും തലവേദനയാണ്. നിലവിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പോലീസ് മേധാവി. സീനിയോറിറ്റിയിൽ സാഹിബിന് മുകളിലാണ് നിതിൻ അഗർവാൾ. കഴിഞ്ഞ വർഷം പോലീസിൽ മേധാവിയാക്കാനായി തയ്യാറാക്കിയ പട്ടികയിലെ പ്രധാന പേരുകാരൻ നിതിനായിരുന്നു. എന്നാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കാരണം പോലീസ് മേധാവിയാകാൻ ഇല്ലെന്ന് നിതിൻ അഗർവാൾ നിലപാടെടുത്തു. ദർവേഷ് സാഹിബിന് അടുത്ത വർഷം വരെ പോലീസ് മേധാവിയായി തുടരാം. സാഹിബ് വിരമിച്ച ശേഷവും നിതിന് സർവീസുണ്ട്. അപ്പോൾ നിതിനെ വീണ്ടും പോലീസ് മേധാവിയായി പരിഗണിക്കേണ്ടെന്ന സാഹചര്യവും സർക്കാരിന് മുന്നിലുണ്ട്. ജമ്മു കാശ്മീരിൽ ജനങ്ങൾക്കും സൈനികർക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ തന്ത്രങ്ങളിൽ കാര്യമായ മാറ്റത്തിനൊരുങ്ങുകയാണ് സൈന്യം. കഴിഞ്ഞ 2 മാസത്തിനിടെ ആക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. കാലങ്ങളായി അക്രമമില്ലാതെ എന്ന മേഖലകളിലും സമാധാന അന്തരീക്ഷം തകർന്നത് സൈന്യം ഗൗരവത്തോടെ കൂടിയാണ് കാണുന്നത്. BSFന്റെ 2000 ഭടന്മാരെ കശ്മീർ മേഖലയിൽ പുതുതായി വിന്യസിച്ചിട്ടുണ്ട്. സാംബ മേഖലയിലാണ് ഇവരുടെ സേവനം ഉപയോഗിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ശേഷമാണ് നിതിൻ അഗർവാളിനെ മാറ്റിയത്. BSF സേനയുടെ തലപ്പത്തുള്ള 2 പേരെ ഒരുമിച്ച് നീക്കുന്നതും അപൂർവമാണ്.